ജിമ്മിൽ മസിൽ പെരുപ്പിക്കാൻ പോകുന്നവരുടെ ഒരു പ്രധാന സന്തത സഹചാരിയാണ് ക്രിയാറ്റിൻ. കിഡ്നികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ ഒരു സാധാരണക്കാരൻ പരിശോധിച്ച് നോക്കുന്ന ഒരു വസ്തുവാണ് ക്രിയാറ്റിനിനും. ഇവ തമ്മിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ക്രിയാറ്റിൻ കഴിച്ചാൽ ക്രിയാറ്റിനും കൂടുമെന്നും ക്രിയാറ്റിനിൻ കൂടിയാൽ ക്രിയാറ്റിൻ കൂടുതലാണ് എന്ന് കരുതുന്നവർ വളരെ കൂടുതലാണ്. പക്ഷെ അങ്ങനെയാണോ? അങ്ങനെയല്ല. എന്താണ് ക്രിയാറ്റിൻ, പിന്നെ എന്താണ് ക്രിയാറ്റിനിൻ എന്നുള്ളതിന് നമുക്കൊരു വ്യക്തത വേണം. വളരെ സിമ്പിളായിട്ട് പറയാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ക്രിയാറ്റിനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊരു വേസ്റ്റാണ്. അത് വേറെ. നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും അവയുടെ ആ ഊർജത്തിന്റെ ഒരു ഉറവിടമായിട്ടാണ് ക്രിയാറ്റിനെ കാണുന്നത്. ദിവസേന ഒരു ശരാശരി വ്യക്തി ഏതാണ്ട് 1 ഗ്രാം ക്രിയാറ്റിൻ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയത്? അപ്പോൾ ഓരോ കോശത്തിൻ്റെയും ഊർജം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു കറൻസിയാണ് ATP എന്ന് പറയുന്നത്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ പോലെ തന്നെ എനർജി കറൻസി ആയിട്ട് അത് പെട്ടെന്ന് സഡൻ സ്പേർട്സ് ഓഫ് എനർജി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ക്രിയാറ്റിൻ ഒരു റോ മെറ്റീരിയലാണ്. അതിനു വേണ്ടിയാണ് ശരീരം ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് എന്താ സാധനം? ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന നമ്മുടെ മാംസപേശികളുടെ എല്ലാ മെറ്റബോളിക് ഓരോരോ പ്രക്രിയകളുടെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. അതിനെ കിഡ്നികൾ ശരീരത്തിൻ്റെ പുറത്തേക്ക് തള്ളിവിടും. അപ്പോൾ കിഡ്നികളുടെ പ്രവർത്തനത്തിനെ അളക്കാനായിട്ട് ഒരു അളവുകോലായിട്ടാണ് നമ്മൾ ക്രിയാറ്റിനിനെ കാണുന്നത്. അപ്പോൾ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ബേസിക്കലി ഒരു ബൈ പ്രോഡക്റ്റ് ഓഫ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നാൽ ആദ്യം പറഞ്ഞ ക്രിയാറ്റിൻ എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിൻ്റെ തനതായ ഓരോ പ്രക്രിയകൾക്ക് വേണ്ടി ശരീരം സ്വയം ഉത്പാദിപ്പിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ക്രിയാറ്റിൻ ആവശ്യമാണോ? ആവശ്യമാണ്. ക്രിയാറ്റിനിൻ ആവശ്യമാണോ? അതും ആവശ്യമാണ്, പക്ഷെ വേറൊരു രീതിയിൽ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പച്ചക്കറികൾ കൊണ്ടുവരുന്നു ഇല്ലേ? ആ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവയുടെ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ആ വേസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എത്ര പച്ചക്കറികളാണെന്ന് ഏതാണ്ട് നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശരിയാണോ? അതേപോലെയാണ് കിഡ്നികളുടെ ഫംഗ്ഷൻ അളന്നെടുക്കാൻ വേണ്ടി നമ്മൾ ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഊഹാപോഹമായിട്ട് മാത്രം നിലനിൽക്കും. പലപ്പോഴും ക്രിയാറ്റിനിൻ മാത്രം നോക്കിയാൽ അതൊരു ഊഹാപോഹമാവും. അതിനാണ് പറയുന്നത് കിഡ്നി ഫംഗ്ഷൻ അളക്കാൻ ക്രിയാറ്റിനിൻ മാത്രം പോരാ. അതിന് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, റീനൽ പ്രൊഫൈൽ എന്ന് പറയും. വേറെ ഒരുപാട് പരിശോധനകളുണ്ട്. അവയെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് കിഡ്നി ഫംഗ്ഷൻ അളക്കാൻ പറ്റൂ. ഇനി തിരിച്ച് ക്രിയാറ്റിനിലേക്ക് പോകാം. ക്രിയാറ്റിൻ എല്ലാവരും കഴിക്കാൻ പാടുണ്ടോ? യെസ്. എസ്പെഷ്യലി ജിമ്മിൽ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്ന മസിലൊക്കെ പെരുപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഡെയിലി വളരെ ആക്റ്റീവ് ജിം വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കിട്ടുന്ന നല്ല ക്വാളിറ്റി ക്രിയാറ്റിൻ പൗഡർ, മോണോഹൈഡ്രേറ്റ് എന്ന് പറയും, ആ പൗഡർ നിങ്ങൾക്ക് ഒരു 4 മുതൽ 5 ഗ്രാം വരെ ഓരോ ദിവസവും കഴിക്കാവുന്നതാണ്. അത് കാരണം നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകുന്നില്ല. എന്നാൽ കിഡ്നി ഫങ്ഷൻസ് മോശമായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പാടുള്ളൂ. എല്ലാ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സും ഒരുപോലെയല്ല, അതിലേക്ക് ഞാൻ വരുന്നില്ല. പിന്നെ മൈക്രോണൈസ്ഡ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ക്രിയാറ്റിനിനും തമ്മിലുള്ള വ്യത്യാസം. ഇനി തിരിച്ച് ക്രിയാറ്റിനിലേക്ക് പോകാം. അപ്പോൾ ക്രിയാറ്റിനിൻ എത്രയാണ് നോർമൽ ലെവൽ? 1 to 1.2 mg/%, അതായത് 1 to 1.2 mg per 100 ml of blood എന്നുള്ളതാണ് നോർമൽ വാല്യൂ. നല്ല മസിൽ മാസ് ഉള്ള വ്യക്തികൾക്ക് ഇത് നോർമലി കൂടി കാണാം. അതുപോലെ ഗർഭാവസ്ഥയിൽ, പ്രഗ്നൻസിയിൽ ഇത് നോർമലി കുറഞ്ഞും കാണാം. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ക്രിയാറ്റിനിൻ ശരീരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ മാറിക്കൊണ്ടിരിക്കാം. നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, നിങ്ങളിപ്പോൾ നല്ല വെയിലത്ത്, പൊരിഞ്ഞ വെയിലത്ത് നടന്ന് ഓടിച്ചാടിയൊക്കെ വന്നതിന് ശേഷം ക്രിയാറ്റിൻ നോക്കിയാൽ ചിലപ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണാം ബിക്കോസ് ഓഫ് ദ ഡീഹൈഡ്രേഷൻ. അതിൻ്റെ അർത്ഥം നിങ്ങളെ കിഡ്നി അടിച്ചു പോയെന്നല്ല. സോ പ്ലീസ് റിമെമ്പർ, ക്രിയാറ്റിനിൻ മാത്രം നോക്കിയിട്ട് കിഡ്നികളുടെ അളവോ അല്ലെങ്കിൽ കിഡ്നികളുടെ പ്രവർത്തനമോ വിലയിരുത്താൻ പാടില്ല. ക്രിയാറ്റിൻ ആദ്യം പറഞ്ഞ ആ പൗഡർ
അങ്ങനെ നോക്കിയാൽ മതി അല്ലേ. ജിമ്മന്മാരുടെ ഒരു സന്തത സഹചാരി, ഒരു സുഹൃത്ത്, അത് നല്ല ആരോഗ്യമുള്ള വ്യക്തികൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിക്കാം. അതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ പരിമിതമായ കൃത്യമായ അളവിൽ വേണം അത് കഴിക്കാൻ. ക്രിയാറ്റിനിൻ ഇടയ്ക്കൊന്ന് കൂടി എന്നും കരുതി നിങ്ങളുടെ കിഡ്നി അടിച്ചു പോയെന്ന് കരുതരുത്. ക്രിയാറ്റിനിൽ വ്യതിയാനങ്ങൾ വരുന്നതിന് വേറെ പല കാരണങ്ങളുണ്ട്. അതുപോലെ ചില മരുന്നുകൾ ക്രിയാറ്റിനിൻ കൂടിയവർക്ക് കഴിക്കാൻ പാടില്ല. അതിനാൽ സെൽഫ് മെഡിക്കേഷൻ ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം എന്നും കൂടി പറഞ്ഞുകൊണ്ട് വിട പറയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ അവർ വീഡിയോ. ബൈ ബൈ.